നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തെല്ലാം മെസ്സേജുകളാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ഇത് റെസനേറ്റ് ആവണമെന്നില്ല. എന്നാലും നിങ്ങൾക്കുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തത് വിട്ടുകളയുകയും ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു വ്യക്തി ജീവിതത്തെയാണ് ഇവിടെ റീഡിങ്സ് ആയിട്ട് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ സിനിമകൾ പോലെ ഓരോ ദിവസവും കഥകൾ മാറ്റി പറയാൻ സാധിക്കുകയില്ല. നമുക്കിവിടെ കിട്ടുന്ന എനർജി സാമ്പത്തിക പ്രശ്നങ്ങളും മാനസികമായ ഓരോ കാര്യങ്ങളും ബ്ലോക്കേജുകളെയും സംബന്ധിക്കുന്നതായതുകൊണ്ട് ആ എനർജി വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം അതൊരു പഴകിയ വീഞ്ഞായിട്ട് ആരും കാണാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അതങ്ങനെ തന്നെ വരികയുള്ളൂ. അത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സ്ഥിരമായി കാണുന്നവരുടെ എനർജി അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ട് കളയുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം, അതായത് കാലചക്രം കറങ്ങി നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിന്നത് അവിടെ നിന്നും നിങ്ങൾ ഓപ്പോസിറ്റായ ഒരവസ്ഥയിലേക്ക് മാറുന്നു. അതായത് നിങ്ങൾക്കൊരു വിധി ഉണ്ടാകുന്നു. ചിലപ്പോൾ അത് നല്ലതുമാവാം ചീത്തയുമാകാം. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഒരു തേർഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ നിങ്ങളിനി അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതൊരു ഭാഗ്യമാകാം, വിജയമാകാം, ചിലപ്പോൾ ഒരുപാട് സന്തോഷമാവാം. കാരണം ഇവിടെ കാണുന്നൊരു എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും ഔദാര്യവും സുരക്ഷിതത്വം ഒക്കെ നേടിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇനി സെൽഫായിട്ട് നിൽക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമാവാം, അതല്ലെങ്കിൽ സംതൃപ്തമാകുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇന്ന് നിങ്ങൾക്കത് ഒരുപാട് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ ആരുടെയിലൊക്കെ കയ്യിൽ നിന്നും സാമ്പത്തികം കൈനീട്ടി വാങ്ങിയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലേക്ക് സഹായിക്കാൻ അത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന പലരുടെയും മുന്നിൽ ഇന്ന് നിങ്ങൾക്കൊരു വിജയം, ഇന്ന് നിങ്ങളുടെ ഒപ്പമാണ് കാലം നിൽക്കുന്നത്. ഇന്ന് ഇതുവരെ നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, ചിലപ്പോൾ നിങ്ങളുടെ നേരെ വന്നിരുന്നവരുടെ മുമ്പിൽ നിങ്ങൾ താഴ്ന്നു നിൽക്കേണ്ട വന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പല സാഹചര്യങ്ങളിലും തോറ്റു കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഭാഗം വിജയിക്കുന്നു. നിങ്ങൾ ആ ഫൈറ്റിൽ ജയിക്കുന്നു. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ തോറ്റു നിന്നത് ആ സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു വിജയമാണ് നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ യൂണിവേഴ്സ് നൽകുന്നത്. വിധി നിങ്ങൾക്കിന്ന് പൂർണ്ണമായും അനുകൂലമാണ്. ഏതൊക്കെ അവസരങ്ങളിൽ തോറ്റു നിന്നുവോ, എവിടെയൊക്കെ തലകുനിച്ച് നിൽക്കേണ്ട വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ നിങ്ങൾക്കൊരു വിജയമില്ലാണ്ട് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇന്ന് നിങ്ങൾക്ക് 100% മാറ്റമാണ്. അതിന് മുന്നോട്ടേക്കും അങ്ങനെ ആ ഒരു ചേഞ്ചിങ്, ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുമാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാണ്. അതായത് മതിമറന്ന് സന്തോഷിക്കുന്നു കുടുംബത്തോടൊപ്പം. ഏതാണെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്കാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഇന്ന് നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നു. അതായത് പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു സന്തോഷം, നിങ്ങൾ ഒരിക്കലും പോലും പ്രതീക്ഷിക്കാത്തൊരു സന്തോഷം ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിങ്ങിലായിരുന്നു. അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ മറ്റൊരു മദറിൻ്റെ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ഇൻ ലോയുടെ ഒരു കൺട്രോളിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് യാതൊരു വാല്യൂമോ ഒരു കാര്യങ്ങളിലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു കാണാം. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ തന്നെ കൺട്രോളിങ്ങിലായിരുന്നു കാണാം നിങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു ചേഞ്ചിങ് വരികയാണ്. ഇന്ന് നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നു. നിങ്ങളോട് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ ചോദിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്ന വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ഭയം മാറി ഒരു സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അതായത് ഇന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു ബ്ലെസ്സിങ്സ്, ഹാപ്പിനെസ്, എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്നു. എങ്ങോട്ട് വേണേലും പോകാം, എന്ത് വേണേലും ചെയ്യാവുന്ന ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യവും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് വികാരപരമായിട്ട് അനുഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളിങ്ങനെ സങ്കല്പങ്ങൾ കാണുന്ന വ്യക്തികളാണ്. ലൈഫിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ ഭാവനാലോകത്ത് നിൽക്കുന്ന, അതായത് ഒരുപാട് സ്വപ്നം കാണുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത്. നല്ല എഡ്യൂക്കേറ്റഡായ വ്യക്തികൾ, നല്ല ബിരുദധാരികളായ, അതായത് ഒരുപാട് എത്തിപ്പിടിക്കാൻ പാകത്തിന് സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികൾ. പക്ഷേ നിങ്ങൾക്കൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഫൈറ്റിംഗ് ചെയ്യുന്നവരാണ്. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ വരുന്ന വ്യക്തികളോട് നിങ്ങൾ ചാടി ഫൈറ്റിംഗ്, അതായത് പെട്ടെന്ന് തന്നെ എതിർത്ത് സംസാരിക്കുന്നവരാവാം. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഉടനീളം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തോ, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്, പക്ഷേ അവിടെയൊന്നും നിങ്ങൾക്ക് ശാശ്വതമായ ഒരു വിജയമോ ഒന്നും ഇല്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മുൻകോപത്തെയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളിലേക്ക് വരുന്നവരോടും നിങ്ങളോടൊപ്പമുള്ളവരോടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്കത് ഭയങ്കരമായ തടസ്സങ്ങളും നിങ്ങളുടെ ലൈഫിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യവും വരുന്നു. പക്ഷേ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങൾ ഇനി മുന്നോട്ട് നല്ലൊരു യാത്ര, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്ന ഒരു ലളിതമായ ഒരു അടിച്ചമർത്തലിലൂടെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു. നിങ്ങളുടെ യാത്ര ഇനി വളരെ പോസിറ്റീവാണ്, സ്ട്രെങ്താണ്, വിജയമാണ് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ കുറേയൊക്കെ നിങ്ങളെ തന്നെ മനസ്സിലാക്കി, നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ച ഒരു സമയമായിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളത് തിരിച്ചറിയുന്നു. കുറേ നാളുകൾ കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്കത് കൺട്രോളിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ചേഞ്ചിങ് ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ്, ഇമോഷണലിയൊക്കെ പല പ്രോബ്ലംസിനെയും മറികടന്ന് നല്ല എക്സ്പീരിയൻസ് നേടിയ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആർക്കും ഇനി തകർത്തൊന്നും കളയാൻ പറ്റാത്ത വിധം നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് നേടിയെങ്കിലും പക്ഷേ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ നാളേക്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആണെങ്കിലും നിങ്ങൾ ഇന്ന് ചുമക്കേണ്ട ഒരു അവസ്ഥയാണ്. 10 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെ നാളേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഭാരം ഒന്നിച്ച് ചുമന്ന് തീർക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അതൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായ ഓരോ ഇമോഷണലി ആയ കാര്യങ്ങൾ, ഇമോഷണലി നിങ്ങളെ തകർത്ത പല കാര്യങ്ങളിൽ നിന്നും സംഭവിച്ചതാണ്. ഓരോ കാര്യങ്ങളെ മാറ്റി വയ്ക്കുകയും ഓരോ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കതൊരു ഭയങ്കര ബർഡനായിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇമോഷണലി ഒരു പുതിയ തുടക്കം, ഇനിയെങ്കിലും ഒരു ചേഞ്ചിങ് വേണമെന്നും ഒരു മാറ്റം വേണമെന്നും ചിന്തിക്കുകയും നിങ്ങളൊരു ബ്ലെസ്സിങ്സ്, ഇമോഷണലി വളരെ ഒരു പവർഫുള്ളുള്ള ഒരു പുതിയ വ്യക്തിയായി തീരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾക്കതൊരു തിരിച്ചറിവാണ്. ഞാനിനി ഒരു പുതിയ വ്യക്തിയാവണം, ഇമോഷണലി ഞാൻ ഒന്നും കൂടി സ്ട്രെങ്ത് ആവണം, ഒരു പുതിയ തുടക്കം എനിക്ക് വേണം, ഒരു ബ്ലെസ്സിങ്സ് എനിക്ക് വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഈ കാണായ ബർഡനാണെങ്കിലും ഈ കാണായ ഒരുപാട് ചുമതലകളാണെങ്കിലും എല്ലാം ഒന്ന് ഇറക്കി വെക്കണമെന്ന് നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുത്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞു.
നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഴ്സ് ആണ്. ക്യൂൻ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങൾക്ക് ദുഃഖം, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു അപമാനമാവാം, ഒരു വ്യക്തിയെ കൂടുതലായിട്ട് വിശ്വസിച്ചതിൻ്റെ പോലത്തെ ഒരു വിശ്വസ്തയാണെന്ന് ചിന്തിച്ച് നിങ്ങളോട് കൂടുതലധികം അടുപ്പിക്കുകയും നിങ്ങൾ അവർക്ക് വേണ്ട എന്തൊക്കെയോ പ്രൊട്ടക്ഷൻ, ചിലപ്പോൾ അതൊരു ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അതായത് കൂട്ടോ കുടുംബമോ ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിന്ന്, അതായത് ഒരു വിധവയായ ഒരു സ്ത്രീയാവാം, അല്ലെങ്കിൽ വൈദവ്യമായ ഒരു പെണ്ണാവാം, അവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് കാണുന്നത്. വളരെ വിശ്വാസത്തോടു കൂടി എന്തൊക്കെയോ കാര്യങ്ങളാൽ അവരൊരു വിശ്വസ്തയായിട്ട് ഫീൽ ചെയ്യുകയും അവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് കാണുന്നത്. പക്ഷേ അതിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു അഡ്വക്കറ്റായിട്ടോ ഒരു ഡോക്ടർ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ഉയർന്ന ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് വരുന്നത്. നിങ്ങൾക്കൊരു വ്യക്തിയെ വിശ്വസിച്ചതിൻ്റെ പേരിലും അവരെ ഒന്ന് ചേർത്ത് പിടിച്ചതിൻ്റെ പേരിലും നിങ്ങൾക്ക് വളരെ അധികം നെഗറ്റീവായ ഒരു തിരിച്ചടി കിട്ടിയതായിട്ടാണ് കാണുന്നത്. ശരിക്കും അതൊരു അപമാനമാണ്, ഒരു നാണക്കേടിൽ എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത്. നിങ്ങൾ ഇമോഷണലി ആ ഒരു കാര്യത്തിൽ എല്ലാത്തിനോടും ഇനി ഒരു വ്യക്തികളെയും അംഗീകരിക്കാൻ പറ്റില്ലാത്ത വിധം നിങ്ങൾ എല്ലാ കാര്യങ്ങളോടും ഒരു അകൽച്ചയും വിദ്വേഷവും ഫീൽ ചെയ്യുന്നു എന്നാട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അതൊരു വേർപിരിയൽ, നിങ്ങൾ ഒരുപാട് ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വേർപിരിഞ്ഞു പോയിരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളിപ്പോൾ ആ കാര്യത്തിൽ ഒരു ഇമോഷണലി ഓക്കെ അല്ല. എല്ലാത്തിനോടും നിങ്ങൾക്ക് മുന്നിലുള്ള പോസിറ്റീവായ കാര്യങ്ങളോട് പോലും നിങ്ങൾക്കൊരു വിരസത ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെയധികം ഇമോഷണലി ഒരു പോസിറ്റീവ് അല്ലാതെ നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ഹീലാവുക, നിങ്ങൾ പഴയ സ്ട്രെങ്തോടു കൂടി തിരിച്ചു വരിക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇമോഷണലി വളരെ ഹാപ്പിനെസ്സും സന്തോഷവുമായിട്ട് പുതിയ കുറേ തുടക്കങ്ങൾ, പുതിയ കുറേ സക്സസ്സുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഇന്ന് കുറച്ച് വ്യക്തികൾ ഗോൾഡൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരെ കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി നല്ലൊരു പക്വതയോടുകൂടി നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. നല്ല കുറച്ച് സൗഹൃദങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരെയധികം ബ്ലെസ്സിങ്സ് ഉള്ള ഒരു സാഹചര്യം കുറേ ആളുകളിൽ നമുക്ക് കാണുമ്പം കുറേ വ്യക്തികൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. കാലതാമസം, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു സ്റ്റക്നെസ്, നിങ്ങൾ ഒരിക്കലും ഞാനിങ്ങനെ നെഗറ്റീവ് പറയുന്നു അല്ലെങ്കിൽ അത് ഞങ്ങൾ മാനിഫെസ്റ്റായി പോകുന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. കാരണം ഈ 10 കാർഡ്സുകളെ വെച്ച് നമുക്ക് ആ 10 കാർഡിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് വന്നാൽ നമുക്കത് റിപ്പീറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും എനിക്കിപ്പം ഭയങ്കര ഒരു ഭയമായി തുടങ്ങി ഇവിടെ കാണുന്ന പല കാര്യങ്ങളും പറയാൻ. കാരണം ചിലരുടെ കമൻസുകൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം സംസ്കാരശൂന്യമായ രീതിയിൽ ഇടുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ട് കളയുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. നമുക്കിവിടെ കാണുന്ന കാര്യത്തെ പറയാതിരിക്കാനും പറ്റുന്നില്ല. ടാറോയോട് നമ്മളൊരു നീതി പുലർത്തണമല്ലോ. ടാറോയിൽ നിന്ന് കിട്ടുന്ന എനർജിയെ നമ്മൾക്ക് ഫ്ലോപ്പാക്കി കളയാനും ഏതെങ്കിലും വിളിച്ചു പറയാനും പറ്റുക എന്നതെനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുകയല്ലാണ്ട് ഒരിക്കലും ഞാൻ തിന്മ ചെയ്യില്ല കേട്ടോ. ഒരിക്കലും നെഗറ്റീവായിട്ടും മറ്റുള്ളവരെ ചുമ്മാ അങ്ങ് സന്തോഷിപ്പിക്കാനുള്ള റീഡിങ്സ് ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. അതിലും ഭേദം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥനയും ദൈവവുമായിട്ട് കണക്റ്റഡായിട്ട് നമ്മളങ്ങ് സെൽഫായിട്ട് പോയാൽ മതിയല്ലോ. അപ്പം ഇവിടെ 3 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റക്നെസ്സാണ്. കുറേ ആളുകളിൽ കുറച്ച് സ്റ്റക്നെസ് കാണുന്നു. അതായത് ഒരു കാലതാമസം, നിങ്ങൾ ചിലപ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടി ചെയ്ത ചില കാര്യങ്ങളിൽ ഒരു കാലതാമസം, അതായത് ഒരു ജോബ് സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി വെച്ച വ്യക്തികളിൽ ഒരു കാലതാമസം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളൊരു വിക്ടിം, ഒരു ഇരയാക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്കിങ്ങും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ വളരെ തകർച്ച, വളരെയധികം നെഗറ്റിവിറ്റിയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസുകളെ ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ, നിങ്ങളുടെ കഴിവുകൾ
കഴിവുകളെല്ലാം മരവിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഒരു പാസ്റ്റിൽ നിങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ, ഒരു പ്രണയമാവാം, ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധമാവാം, അതെല്ലാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു സാഹചര്യത്തെ എല്ലാം വെല്ലുവിളിച്ച് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് പോകാനായിട്ട് പറ്റും എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കത് ഒരു പോസിറ്റീവായി തന്നെ നിങ്ങളിലേക്ക് വരുന്നു. യൂണിവേഴ്സലിൻ്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ നമുക്ക് കാണുന്നത്. അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസോടുകൂടി, ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി മറ്റൊരു ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഡെത്തായി അവസാനിച്ചു പോയെടുത്തെന്ന് വീണ്ടും നിങ്ങൾ പുതിയ തുടക്കം ശക്തമായിട്ട് എഴുന്നേറ്റ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന കുറേ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്ത് കാര്യമായിക്കോട്ടെ, ഒരു കുടുംബജീവിതമായിക്കോട്ടെ, പിന്നെ സാമ്പത്തികമായിക്കോട്ടെ, നിങ്ങൾ എന്ത് കാര്യത്തെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ദൂരയാത്രയ്ക്ക് വേണ്ടി കരിയർ സംബന്ധമായിട്ട് ദൂരയാത്ര, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വസ്തനായ സുഹൃത്തിൽ നിന്നും വളരെ നല്ലൊരു ഹെൽപ്പ്, ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. വളരെ നല്ല രീതിയിൽ, അനുകൂലമായ രീതിയിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു സൗഹൃദം, നിങ്ങളുടെ ഒരു സുഹൃത്ത് എത്തിച്ചേരുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അത്രത്തോളം പ്രൊട്ടക്റ്റഡായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചേരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് കുറേ കാര്യങ്ങൾ ഹീലാവാൻ, എന്തിനേക്കോ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു ആ ഒരു സാഹചര്യങ്ങളെ, അതായത് നിങ്ങളുടെ ആ ഒരു പക്വതയില്ലായ്മയുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എടുത്തുചാട്ടം, ഒരു എന്താ പറയുക, ഏജ്ഡ് ആയാലും നമുക്ക് ഏജ് അല്ലാത്ത കുറേ വ്യക്തികളുണ്ടാവുമല്ലോ, നമ്മുടെ ഒരു മനസ്സ് ഏജ് കുറഞ്ഞ രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആ ഒരു ആളുകളുടെ മനസ്സിൽ ഒരുപാട് മുറിവുകളും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് ഒരു ചെറിയ, അതായത് സാമ്പത്തികം കൊടുത്തിട്ട് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി കിട്ടിയതായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് മുന്നിൽ വന്ന വ്യക്തിയുടെ കാര്യം മനസ്സിലാക്കി നിങ്ങൾ കുറച്ച് പെൻഡിക്കിൾസ് സാമ്പത്തികം അവർക്ക് നൽകുകയും അതിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഹീലാവാൻ വേണ്ടി നിങ്ങൾ നല്ല പോലെ ശ്രമിക്കുന്നുണ്ട്. എന്തിനാ? നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിന് വേണ്ടി ആ ഒരു നെഗറ്റീവായ സാഹചര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് റീഡിങ്സ് ടൈം പോയി. നമുക്ക് അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നൊരു സക്സസ് വരും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെ ഒരു ജസ്റ്റിസ്, നിങ്ങൾക്ക് അർഹമാകുന്നൊരു നീതി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ സാമ്പത്തികം കൊണ്ടുപോയ വ്യക്തി അത് കാലത്തിൻ്റെ മുമ്പിലെങ്കിലും കൊണ്ടുവന്ന് വെക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കയ്യിൽ അത് വന്നില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ അവർക്ക് അതിൻ്റെ ഒരു ഫലം 100% കിട്ടിയിരിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഓപ്പണിംഗ് എന്നാണ് കേട്ടോ. ന്യൂ ഡോർ ഈസ് ഓപ്പണിംഗ് ഫോർ യു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഡോറ് ഓപ്പണിംഗ് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കൊരു പുതിയ വാതിൽ തുറക്കുകയാണ്. നിങ്ങൾക്കൊരു പുതിയ അവസരത്തിൻ്റെ താക്കോൽ വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള ഒരു മാർഗനിർദ്ദേശം. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ താക്കോൽ എടുത്ത് സ്വന്തം അവസരങ്ങളെ സൃഷ്ടിക്കുക. അതായത് നിങ്ങളുടെ കഴിവിനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈമിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ സ്വയം, അതായത് യൂണിവേഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു അവസരം കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട്. പ്രോസ്പെറിറ്റി എന്നാണ് പറയുന്നത്. സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകുന്നു. അതിനാൽ അത് സ്വീകരിക്കാൻ തുറന്നിരിക്കുക, ഹൃദയം തുറന്നിരിക്കുക എന്ന് പറയുന്നത് യൂണിക്കോൺ ഇന്ന് നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണോ അത് സന്തോഷത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പം ഇന്ന് എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കാനാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരും മണി അഫർമേഷൻസ് ഒരിക്കലും നിർത്തരുത്. എപ്പോഴും മണി അഫർമേഷൻ ചൊല്ലണം. സാമ്പത്തിക പ്രോബ്ലംസ്
100% മാറുകയും നിങ്ങൾക്ക് പുതിയ പുതിയ വാതിലുകൾ ഓപ്പൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. മണി അഫർമേഷൻ കറക്റ്റായിട്ട് ചൊല്ലുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന, അത് പ്രാർത്ഥന സമർപ്പണ ബോധത്തോടു കൂടി തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.